ഹലോ, ഇവിടെ കേന്ദ്രത്തിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ മാത്രം അവിടെ രണ്ടു കൂട്ടരാണുള്ളത്, ബിജെപിക്കാരും അല്ലാത്തവരും. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്? ബാക്കി എല്ലാ പ്രശ്നങ്ങളിലും അത് അനുഭവിക്കുന്നവരും ഓപ്പോസിറ്റുള്ളവരും മാത്രമാണ് രണ്ടു കൂട്ടരായിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ കേന്ദ്രത്തിൽ പ്രശ്നം നടക്കുമ്പോൾ മാത്രം ഇത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ അല്ലെങ്കിൽ നമ്മുടെ നിയമ പോരാട്ടങ്ങളെ മുതലെടുത്തുകൊണ്ട് അതിനെ ബാക്കിയുള്ളവരെ ആഘോഷിക്കപ്പെടുന്നു, പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകൾക്ക് ഇത് മുതലെടുക്കുന്നു എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ. നീറ്റ് എക്സാമിന്റെ ക്രമക്കേടുകൾ തീർച്ചയായിട്ടും പരിഹരിക്കേണ്ടത് തന്നെയാണ്. അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. ആൻഡ് നീറ്റ് എക്സാമുകൾ മാത്രമല്ല, അത് കൂടാതെ ഇഷ്ടം പോലെ കേന്ദ്രീകൃത എക്സാംസും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളും എല്ലാം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇതെല്ലാം എഴുതി കിട്ടിയ ഒരു ജോലി സ്ഥലത്ത് എത്തിക്കിട്ടുമ്പോൾ പോലും അവർക്ക് വേണ്ട വിധത്തിലുള്ള ഒരു വർക്ക് ചെയ്യാനുള്ള എൻവയോൺമെന്റോ അല്ലെങ്കിൽ സാലറിയോ അല്ലെങ്കിൽ മറ്റു പല പരിരക്ഷകളും ലഭിക്കുന്നില്ല എന്നത് പേരിൽ എല്ലാ മേഖലകളിലും നടക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും അതിന്റെ സമരങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടങ്ങളും എല്ലാം. ഇതിനൊന്നിനും കിട്ടാത്ത ഒരു പ്രസക്തി പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ഒരു നീറ്റ് എക്സാമിന്റെ പ്രോബ്ലത്തിൽ വന്നത്? അതും ആക്ഷൻ എടുത്തു തുടങ്ങിയിട്ടുള്ള ഒരു മാറ്ററിൽ ഇത്രത്തോളം സ്പീഡായിട്ട് ഒരു ആക്ഷൻ വന്നിട്ടുള്ള വേറൊരു മാറ്റർ നമ്മുടെ ഏതെങ്കിലും ഒരു സോഷ്യൽ അവയർനെസ് കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന PSC എക്സാംസ് ഉണ്ട്, നഴ്സിന്റെ പ്രശ്നമുണ്ട്, ആശാവർക്കരുടെ പ്രശ്നമുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ട്രിവാൻഡ്രത്ത് പഠിച്ച് ജോലി നേടിയ ഡോക്ടേഴ്സ് സമരം ചെയ്ത കേസുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊന്നും കിട്ടാത്ത ഒരു നിയമ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഇത്രത്തോളം സെലിബ്രിറ്റീസ് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് വരുന്നതാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഈ ഇന്ത്യയിൽ നിലനിൽക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു എക്സാം നീറ്റ് എക്സാം മാത്രമല്ല, ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റ് വൈസിലേക്കും ഇത്രത്തോളം എക്സാംസ് നടക്കുന്നുണ്ട്. അവകാശപ്പെട്ടവർക്ക് വേണ്ടത് ലഭിക്കേണ്ടത് ഏറ്റവും പ്രൈമറി ലെവൽ മുതൽ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് വേർതിരിച്ചു നിർത്തുമ്പോൾ അവർക്ക് അർഹിച്ചത് കിട്ടാതെ വരുമ്പോൾ ഏറ്റവും ഉയർന്ന റാങ്ക് ലിസ്റ്റിലോ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന മാർക്കിലോ എത്തിപ്പെട്ടിട്ട് പോലും അർഹിച്ച സ്ഥാനത്തേക്ക് എത്തിപ്പെടാതെ പോകുന്ന ജനറൽ കാറ്റഗറിയോട് കാണിക്കുന്ന അവഗണന തന്നെയാണ് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ക്രമക്കേടിന്റെ ബേസ് ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായും അഴിച്ചുപണി തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. അത് കേവലം ഒരു പാർട്ടി വിചാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ളവരോ പ്രതിപക്ഷത്തുള്ളവരോ മാത്രം ശബ്ദമുയർത്തിയത് കൊണ്ടോ പ്രത്യേകമായിട്ടുള്ള ഒരു ജനവിഭാഗത്തിനെ മാത്രം അടിച്ചമർത്തിയത് കൊണ്ടോ ഇവിടെ വരേണ്ട മാറ്റങ്ങളല്ല. ഇത് നമ്മൾ ഒറ്റക്കെട്ടായി വന്ന് ഇവിടെ നീതിയോ അർഹതയോ കറക്റ്റായിട്ട് നടപ്പിലാക്കണം എന്നുള്ള രൂപത്തിൽ നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ്ലി അഴിച്ചുപണി നടത്തേണ്ടതാണ്. അത് എല്ലാവരും മുൻകൈ എടുത്ത് ചെയ്യേണ്ടതാണ്. ഒരു കാര്യം മാത്രം പറയട്ടെ, ഒരു ക്രമക്കേടിലും പെട്ട് ഇല്ലാതെ വേണ്ടതല്ല ഇവിടുത്തെ യുവജനതയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അത് സംരക്ഷിക്കപ്പെടുക തന്നെ വേണം, അർഹിച്ചവർക്ക് അർഹതപ്പെട്ടത് കിട്ടുക തന്നെ വേണം. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഗൂഢാലോചനയുടെയും പേരിൽ ഇല്ലാതെ വേണ്ടതല്ല ഇന്ത്യ എന്ന രാഷ്ട്രീയ സംസ്കാര പാരമ്പര്യം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് ഇവിടെ ഗൂഢാലോചന നടത്തി മുന്നേറി വരുന്നവർക്കെല്ലാം ശക്തമായ മറുപടികളോടുകൂടി തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇതിനൊരു മറുപടി തരും. തുടർന്നും നമ്മുടെ സിസ്റ്റത്തിലെ ഏറ്റവും മികച്ച അഴിച്ചുപണികൾ തന്നെ നടക്കട്ടെ. താങ്ക് യു.